എറണാകുളത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പല പ്രദേശങ്ങളിലും വെള്ളം എത്തിയിട്ട് 3 ദിവസമായെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിരവധി കുടുംബങ്ങളാണ് വെള്ളം എത്താത്തതിനാൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമ്മനത്ത് കുടിവെള്ള ടാങ്ക് പൊട്ടിയതിന് പിന്നാലെ ഇപ്പോൾ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കുടിവെള്ളക്ഷാമം രൂപപ്പെടുന്നുണ്ട്. പല വീടുകളിലും മതിയായ വെള്ളം എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ചിലവന്നൂർ പരിസരത്താണ്. എനിക്ക് 1.5 ഉള്ളു വെള്ളം ഇവിടെ. മെട്രോ പണിയാൻ തുടങ്ങിയ കാലം തൊട്ട് ഇവിടെ 1.5 വെള്ളം ഉള്ളത്. അന്ന് ഈ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. സൗത്ത്, കടവന്ത്ര, ചിലവന്നൂർ, വൈറ്റില ആ ഭാഗത്തൊക്കെയാണ് 1.5 വെള്ളം ഉള്ളത്. നല്ല താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് പൈപ്പിൽ വെള്ളം കൂടുതൽ കിട്ടി തുടങ്ങുന്നത്. അപ്പം അതും പക്ഷേ കലക്കവെള്ളവും കാര്യങ്ങളും ആയിരിക്കും വരുന്നത്. ചില പൈപ്പിൽ അധികം വെള്ളം ഇല്ലാത്ത സമയങ്ങളിൽ വെള്ളം കിട്ടുന്നവർക്ക് കലക്കവെള്ളമായിരിക്കും വരുന്നത്. മറ്റുള്ളവർ അറിയാത്തത് എന്താണെന്ന് വെച്ചാൽ വലിയ ടാങ്കുകൾ ശേഖരിച്ച് വെച്ചേക്കുന്നവർക്ക് അത് ബാധിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ മേടിച്ച് അവരെ കാര്യങ്ങൾ നടത്തി പോവുകയാണ്. എൻ്റെ വീട്ടിൽ 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇങ്ങനെ ഒരു നീണ്ടു നിൽക്കുവാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. കുടിവെള്ളമാണല്ലോ നമുക്ക് അത്യാവശ്യമുള്ളത്. അങ്ങനെ ഒരു സ്റ്റേജിൽ വരുവാണെങ്കിൽ ഇന്നിപ്പം അവർ പകുതി തമ്മനത്ത് പകുതി ഭാഗമുണ്ട്, പകുതി ഭാഗം വെച്ച് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര പ്രായോഗികമാണെന്ന് നമുക്കറിയത്തില്ല. ഇതുവരെ നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല. 2 ദിവസമായി വെള്ളം ഇല്ലാതെ. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതിനൊരു അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അങ്ങനെ കുടിവെള്ളത്തിനായി കൊച്ചിക്കാർ ഇങ്ങനെ വലയുന്ന റിപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അവിടുത്തെ അവസ്ഥ, ദുരിതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.